കൊട്ടാരക്കര ക്ഷേത്രത്തിലെ മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി AV ജയശങ്കറാണ് ഇപ്പോൾ ചേരുന്നത്. ജയശങ്കർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഉന്മേഷ, ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്ന് കരിപ്രസാദം നിർമ്മിച്ച സംഭവത്തിലാണ് ഇപ്പോഴെന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കർശനമായ നടപടി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം ബോർഡ് സ്വീകരിക്കും. കാരണം കേവലം ഒരു മേൽശാന്തി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരം ഒരു കൃത്യം നടത്താനാകില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടി. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ വാടക വീട് പരിശോധിച്ച ഘട്ടത്തിൽ ക്ഷേത്രത്തിൽ നിർമ്മിക്കേണ്ട കരിപ്രസാദം നിർമ്മിക്കുന്നതായി കണ്ടെത്തിയത്. സ്ഥലത്തെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇത് നിർമ്മിച്ചതെന്നും ബോർഡ് കണ്ടെത്തിയിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴെന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നിലവിൽ ഉറപ്പ് നൽകുന്നുണ്ട്. ശരി, AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.